ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇന്ന് നമുക്ക് നല്ല ടേസ്റ്റി ആയിട്ടുള്ള റാഗിപ്പൊടിയുടെ അട ഉണ്ടാക്കി നോക്കാം കേട്ടോ. നല്ല ചക്കയുടെ ഫില്ലിംഗ് ഒക്കെ വന്നിട്ടുള്ള നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു റെസിപ്പിയാണ്. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്തു നോക്കുക. അപ്പോൾ നമുക്ക് എങ്ങനെ ഇത് ഉണ്ടാക്കുക എന്നൊന്ന് കണ്ടു നോക്കാം കേട്ടോ. അപ്പോൾ ഇതിന് വേണ്ടിയിട്ട് കുറച്ച് ശർക്കര മെൽറ്റ് ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ. ഞാനിവിടെ ഒരു 4 പീസ് ശർക്കരയാണ് എടുത്തിട്ടുള്ളത്. അതൊന്ന് മെൽറ്റാക്കിയിട്ട് അരിച്ച് മാറ്റി വെച്ചതാണ്. അത് ഈ പാനിലേക്ക് ഒഴിച്ചു കൊടുക്കുകയാണ്. പിന്നെ ഇതിൻ്റെ കൂടെ ചെറുതായിട്ട് കട്ട് ചെയ്തിട്ടുള്ള ചക്ക കൂടി ചേർത്ത് കൊടുക്കുക കേട്ടോ. ഇനി ഇതെല്ലാം കൂടി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് നല്ലതുപോലെ ഒന്ന് തിളപ്പിച്ച് ഒന്ന് വറ്റിച്ചെടുക്കണം. ആ ശർക്കരയൊക്കെ നന്നായിട്ടൊന്ന് വറ്റി വരുമ്പോഴേക്കും ആ ചക്കയൊക്കെ നന്നായിട്ട് തന്നെ ഒന്ന് കുക്കായി കിട്ടുകയും ചെയ്യും കേട്ടോ. ഇപ്പോൾ ആ ശർക്കരയൊക്കെ നല്ലതുപോലെ ഒന്ന് മെൽറ്റായിട്ട് നന്നായിട്ട് അതൊന്ന് വറ്റി വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് കുറച്ച് തേങ്ങ ചിരവിയതാണ് ചേർത്ത് കൊടുക്കുന്നത്. അപ്പോൾ കുറച്ച് തേങ്ങ ചിരവിയത് കൂടി ചേർത്തിട്ട് ഇതെല്ലാം കൂടിയിട്ട് നന്നായിട്ട് ഒന്നുകൂടി മിക്സ് ചെയ്തെടുക്കുന്നുണ്ട്. അതിൻ്റെ കൂടെ 1/2 സ്പൂൺ ഏലക്ക പൊടിച്ചത് കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. എന്നിട്ട് എല്ലാം കൂടി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുത്താൽ നമ്മുടെ ഈ അടക്ക് വേണ്ടിയിട്ടുള്ള ഫില്ലിങ് റെഡി ആവും കേട്ടോ. ഇനി ഈ ഫില്ലിംഗ് ഒന്ന് മാറ്റി വെച്ചിട്ട് ആ ഒരു സെയിം പാനിൽ തന്നെ 2 കപ്പ് വെള്ളം ഒഴിച്ചു കൊടുക്കുന്നുണ്ട് കേട്ടോ. ഇതുപോലൊരു കപ്പിൽ 2 കപ്പ് വെള്ളമാണ് ഒഴിച്ചു കൊടുക്കുന്നത്. പിന്നെ ഇതിലേക്ക് ആവശ്യത്തിനുള്ള കുറച്ച് ഉപ്പ് കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ കുറച്ച് പഞ്ചസാര ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. ഒരു 2 സ്പൂൺ പഞ്ചസാര കൂടി ഇതിലേക്ക് ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ടൊന്ന് നന്നായിട്ട് അങ്ങോട്ട് തിളക്കുക വേണ്ട. ഇതുപോലെ ചെറുതായിട്ട് തിള വരുമ്പോഴേക്കും നമുക്കിതിലേക്ക് 2 കപ്പ് റാഗിപ്പൊടി ചേർത്ത് കൊടുക്കാം കേട്ടോ. ഒരുപാട് അങ്ങോട്ട് തിളച്ച് നമ്മൾ പത്തിരിക്കുള്ള പൊടി വാട്ടിയെടുക്കണ പോലെ ഒന്നും ചെയ്യേണ്ട ആവശ്യമില്ല. ആ വെള്ളം ജസ്റ്റ് ഒന്ന് തിളച്ച് വരുമ്പോഴേക്കും ഈ പൊടി അതിലേക്ക് ഇട്ടിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുത്താൽ മതി. ഇത് നമ്മളിങ്ങനെ ചെയ്യണത് ആ അടക്ക് നല്ലൊരു സോഫ്റ്റ് കിട്ടാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. ഇനിയിപ്പോൾ ഇത് പച്ചവെള്ളത്തിൽ വേണമെങ്കിലും നമുക്ക് കുഴച്ചെടുക്കുക. അതുപോലെ ചൂടുള്ള വെള്ളം ഒരു ബൗളിൽ ഈ റാഗിപ്പൊടി ഇട്ടിട്ട് ചൂടുള്ള വെള്ളം അതിലേക്ക് ഒഴിച്ചിട്ട് അങ്ങനെ കുഴച്ചെടുത്താലും മതി കേട്ടോ. ഇതിപ്പോൾ ആ വെള്ളമൊക്കെ നന്നായിട്ട് എല്ലാ ഭാഗത്തേക്കും എത്തുന്ന രീതിക്ക് നന്നായിട്ട് തന്നെ മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഇത് കുഴച്ചെടുക്കേണ്ട ആവശ്യമൊന്നുമില്ല. എന്നിട്ട് അതിൽ നിന്നൊരു ബോൾസ് എടുത്തിട്ട് വാഴ ഇലയിൽ ഒന്ന് പ്രസ് ചെയ്ത് പരത്തിയെടുക്കുകയാണ് ചെയ്യണത്. നല്ലതുപോലെ കട്ടിയില്ലാതെ പരത്തിയെടുത്തതിന് ശേഷം നമ്മൾ നേരത്തെ റെഡിയാക്കി വെച്ചിട്ടുള്ള ആ ഒരു മിക്സ് ഇല്ലേ, ചക്കയും തേങ്ങയൊക്കെ കൂടിയിട്ടുള്ള ആ ഒരു മിക്സ്, ആ മിക്സ് ഇതിൻ്റെ ഫില്ലിംഗ് ആയിട്ടൊന്ന് ഇട്ട് കൊടുക്കുകയാണ്. ഇത് സ്പൂൺ വെച്ചിട്ട് ഒരു ഭാഗത്തേക്ക് നന്നായിട്ട് നല്ലതുപോലെ ഒരു ഭാഗത്ത് മാത്രം സ്പ്രെഡാക്കി കൊടുക്കുക, പുറത്തേക്കൊന്നും ആവാത്ത രീതിയിൽ. എന്നിട്ട് ഈ ഇല ഒന്ന് മടക്കി വെച്ച് കൊടുക്കുകയാണ്. ഇതുപോലെ നന്നായിട്ടൊന്ന് അതിൻ്റെ സൈഡൊക്കെ ഒന്ന് പ്രസ് ചെയ്ത് കൊടുക്കുക കേട്ടോ. എന്നിട്ട് ഇത് ഒരപ്പച്ചെമ്പിലൊന്ന് വെച്ച് കൊടുത്തിട്ട് നല്ലതുപോലെ ഒരു 20 മിനിറ്റൊക്കെ ഒന്ന് ആവി കയറ്റിയെടുക്കുകയാണ്. അപ്പോൾ ഈ അട മുഴുവനായിട്ടും ഇതിലൊന്ന് വെച്ച് കൊടുത്തിട്ട് ഇതൊന്ന് അടച്ചിട്ടൊന്ന് കുക്ക് ചെയ്തെടുക്കുകയാണ്. ഏകദേശം ഒരു 20 മിനിറ്റായി എനിക്കിതൊക്കെ ഒന്ന് കുക്കായി കിട്ടാനായിട്ട് കേട്ടോ. അപ്പോൾ 20 മിനിറ്റിന് ശേഷം ഇതൊന്ന് തുറന്ന് നോക്കുകയാണ്. ഈ അടയൊക്കെ നന്നായിട്ട് തന്നെ കുക്കായി വന്നിട്ടുണ്ട്. അപ്പോൾ ഇത്രയേ ഉള്ളൂ. നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു റെസിപ്പിയാണ്. ആ ഒരു ചക്കയുടെ ഒക്കെ ഫില്ലിങ് വരുമ്പോൾ നല്ല ടേസ്റ്റാണ് കേട്ടോ കഴിക്കാനായിട്ട്. അപ്പോൾ എല്ലാവരും ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ അതിൻ്റെ ഫീഡ്ബാക്ക് അറിയിക്കാനും മറക്കരുത്. അതുപോലെ നിങ്ങൾ ആദ്യമായിട്ടാണ് എൻ്റെ ചാനൽ കാണുന്നതെങ്കിൽ നിങ്ങൾക്ക് എൻ്റെ വീഡിയോസൊക്കെ ഇഷ്ടമാവുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. തൊട്ടടുത്ത് കാണുന്ന ബെൽ ബട്ടൺ പ്രസ് ചെയ്ത് ഓൾ എന്ന ഓപ്ഷൻ സെലക്ട് ചെയ്താൽ ഞാനിരുന്ന എല്ലാ വീഡിയോസും നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായി കിട്ടും.